ഒരാഴ്ച കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ പ്രഘോഷണം യൂട്യൂബിൽ കാണാൻ പറ്റും. യൂട്യൂബിൽ നിങ്ങളുടെ ശാലിനി ഭവൻ റിട്രീറ്റ് ബൈ തോമസ് പോൾ എന്ന് അടിച്ചാൽ ഈ ചാനൽ മുഴുവൻ പ്രവർത്തിയിൽ വരും. നിങ്ങൾക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം. എൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ഈ മോഡേൺ മാധ്യമങ്ങളെല്ലാം കൂടുതലായിട്ട് ഉപയോഗിക്കും. ഒത്തിരി സെറ്റിംഗ് പ്രൈസ് ദി ലോർഡ്. ഒരു നിമിഷം നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ ഉണർത്തി ഒന്ന് പ്രാർത്ഥിക്കാം. എന്നിൽ വസിക്കുന്ന ത്രിത്വൈക ദൈവമേ, എന്നിൽ ജീവിക്കുന്ന ത്രിത്വൈക ദൈവമേ, എന്നിൽ ജ്ഞാനം നിറയ്ക്കണമേ, എനിക്ക് വെളിച്ചം പകരണമേ, എന്നിൽ വസിക്കുന്ന ദൈവമേ, ആത്മീയ ശക്തി നൽകണമേ, എന്നിൽ ജീവിക്കുന്ന ദൈവമേ, എന്റെ ജീവിതത്തെ പുനരുദ്ധരിക്കണമേ, പുതിയതാക്കണമേ, പുതുവീഞ്ഞാക്കി മാറ്റണമേ. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ജ്ഞാനം പകരണമേ, കുറച്ച് ജ്ഞാനം പകരണമേ, ജ്ഞാനം പകരണമേ. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ജ്ഞാനം പകരണമേ, വെളിവ് നൽകണമേ. വെളിവ് നിറഞ്ഞോരീശോ വെളിവാ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്റെ അബോധ മനസ്സിലും ഉപബോധ മനസ്സിലും ഇന്ദ്രിയങ്ങളിലും കത്തി പടരണമേ. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്റെ കോപ സ്വഭാവത്തിൽ പടരണമേ, എന്നിലുള്ള കോപത്തെ പൂർണ്ണമായി എടുത്തു മാറ്റണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ, എന്നിലുള്ള ആസക്തികളിൽ പടരണമേ. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്റെ ആസക്തികളെ നിഹനിക്കണമേ. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്റെ ജീവിതത്തെ പുതിയതാക്കണമേ, സഹിക്കാനുള്ള ശക്തി നൽകണമേ. കഷ്ടത സഹനശീലം ആത്മധൈര്യവും പകരുന്നു. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, കഷ്ടത സഹനശീലം ആത്മധൈര്യം പ്രത്യാശ നൽകുന്നു. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, സഹനശീലം നൽകണമേ, ആത്മധൈര്യം നൽകണമേ, പ്രത്യാശ നൽകണമേ. പരിശുദ്ധാത്മാവേ, ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തി നൽകണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ജീവജലത്തിനരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ഈശോ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്നും വിശുദ്ധ ലിഖിതം പ്രസ്താവിച്ചിരിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തു
പുറത്തേക്ക് ഒഴുകുമെന്ന്. ഇപ്പൊ ഞാൻ വചനം പ്രഘോഷിക്കുമ്പോൾ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ എന്തോ സ്പർശിക്കുന്നതായി തോന്നാറുണ്ടോ? ഉണ്ടോ? എന്താണത്? എൻ്റെ ഹൃദയത്തിൽ നിന്നും പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് ഒഴുകുന്നത്. ഇത് എൻ്റെ കഴിവാണോ? അല്ല. എന്നിൽ വസിക്കുന്ന യേശു തൻ്റെ പ്രവൃത്തി ചെയ്യുക. ഇത് നമ്മൾ ഓരോരുത്തരിലും ഇങ്ങനെയാണ്. അപ്പോ പരിശുദ്ധാത്മാവ് വേറെ എവിടെയാണെന്ന് വിചാരിക്കാതെ നാമോദീസായിലൂടെ നമ്മളിൽ ത്രിത്വൈക ദൈവം വാഴുന്നു എന്നും പരിശുദ്ധാത്മാവ് ജീവജലത്തിന്റെ ജീവജലം എന്ന് പറഞ്ഞാൽ അനന്ത ജീവൻ, നിത്യമായ ജീവൻ. ദൈവം എപ്പോഴും ജീവനെ കുറിച്ച് പറയുന്നത് ദൈവത്തിന്റെ ജീവനെ കുറിച്ചാണ്. ആ ജീവൻ ഒരിക്കലും നശിക്കാത്ത നിത്യമായ ഒരു ജീവനാണ്. പക്ഷെ പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ നൽകാൻ. എന്ത് ജീവനത്? എന്ത് ജീവനത്? നിത്യജീവൻ, മരിച്ചാലും മരിക്കാത്ത. അപ്പൊ നമ്മളുടെ കംപ്ലീറ്റ് കോൺസെൻട്രേഷൻ നിത്യതയിലേക്ക് തന്നെ ചിന്തിക്കണം. എല്ലാത്തിനും നമ്മുടെ കണക്കുകൂട്ടലുകൾ കംപ്ലീറ്റ് മാറണം. അതാണ് പൗലോസ് പറഞ്ഞത്, ഈ ലോകത്തിലെ ജീവിതത്തിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ലഡാക്ക്. നമ്മുടെ പോസിബിലിറ്റി നമ്മൾക്ക് അനന്തമായ ഒരു ജീവനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അത് തരാൻ വേണ്ടിയാണ് യേശു വന്നിരിക്കുന്നത്. അത് നമ്മളെ സംബന്ധിച്ച് തന്നു കഴിഞ്ഞിരിക്കുന്നു, നമ്മളെ സംബന്ധിച്ച് ലഭിച്ച് കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ അതിനെക്കുറിച്ചുള്ള അറിവിലേക്കാണ് നമ്മൾ വളരേണ്ടത്, അതിന്റെ പൂർണ്ണതയിലേക്ക്. പൗലോസ് പറയുന്നുണ്ട്, ആ പൂർണ്ണത കിട്ടാൻ വേണ്ടി നമ്മുടെ ആത്മീയ നയനങ്ങൾ തുറക്കണം. അല്ലേ? അപ്പോ ഒന്ന്, ജീവജലത്തിന്റെ അരുവി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകണം. ഞാൻ ഇന്നലെ പറഞ്ഞു, ഈ ബൈബിളിന്റെ അവസാനത്തെ പേജിൽ വിശുദ്ധ നാടിനെ കുറിച്ചുള്ള ചിത്രമുണ്ട്, ഒരു മാപ്പ്. അതിൽ രണ്ട് തടാകം അല്ലെങ്കിൽ രണ്ട് കടല്, എന്താണ്, ഗലീലിയ തടാകവും അല്ലെങ്കിൽ ഗലീലിയ കടലും മലയാളം ചാവുകൾ. ഇത് രണ്ടിനെയും ബന്ധിപ്പിക്കുന്നത് യോർദാൻ നദിയാണ്. ഒന്ന് കണ്ടോ, ഒന്ന് നോക്കിക്കോ. ബൈബിളിന്റെ ലാസ്റ്റില് ഒരു പേജ് കണ്ടോ, പടം കണ്ടോ? പലസ്തീന യേശുവിന്റെ കാലത്ത് എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് കാണാം, മുകളിൽ ഗലീലി തടാകം, താഴെ ചാവുകടൽ, അതിന്റെ മധ്യത്തിൽ കാണുന്നത് ജോർദാൻ നദി. അപ്പൊ ജോർദാൻ നദിയിൽ നിന്നാണ് ഈ രണ്ട് തടാകങ്ങളിലേക്കും വെള്ളം വരുന്നത് കേട്ടോ. പിന്നെ എന്തുകൊണ്ടാണ് ഒന്ന് ചാവുകടലും മറ്റൊന്ന് ഫുൾ ഓഫ് ലൈഫ്? ഗലീലി തടാകത്തിൽ നിറയെ മത്സ്യങ്ങൾ, അവിടെയാണ് ഈ അത്ഭുതങ്ങളെല്ലാം നടന്നത്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഗലീലി തടാകത്തിന് ഒരുപാട് ഔട്ട്ലെറ്റ്സ് ഉണ്ട്, അത് പുറത്തേക്ക് ഒഴുകുന്നു. അതുകൊണ്ട് അതിലെപ്പോഴും പുതിയ വെള്ളം. ചാവുകടൽ താഴ്ന്ന, ചാവുകടൽ വളരെ താഴ്ന്ന, ചാവുകടൽ കേൾക്കാമോ? ചാവുകടൽ വളരെ താഴ്ന്ന നിലയിലായിരിക്കുന്നത് കൊണ്ട് പുറത്തേക്ക് ഒഴുകുന്നില്ല. അതുകൊണ്ട് അവിടെ സ്റ്റാഗ്നന്റ് ആണ്, കെട്ടിക്കിടക്കാൻ വെള്ളം. നല്ലൊരു അനാളജിയാണ്. ക്രിസ്തീയ ജീവിതം എങ്ങനെയായിരിക്കണം, നമ്മളുടെ ജീവിതം എങ്ങനെയായിരിക്കണം? ചാവുകടൽ പോലെ വേണോ അത് ഗലീല കടൽ? മനസ്സിലായോ? ഗലീലി കടൽ, ഗലീലിയ തടാകം പോലെ ആകണമെങ്കിൽ നമ്മൾ ഒഴുകണം, പുറത്തേക്ക് ഒഴുകണം. നമ്മൾക്ക് ദൈവം തരുന്നതെല്ലാം നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല. നമ്മൾ യേശുവിനെ പോലെ ഒഴുകാനുള്ളതാണ്, യേശുവിനെ പോലെ പ്രചരിക്കാനുള്ളതാണ്. നമ്മളുടെ ആ സുഗന്ധം നമ്മൾ മറ്റുള്ളവർക്കൊരു സുഗന്ധമായി മാറണം, മറ്റുള്ളവർക്ക് രുചി പകരണം, മറ്റുള്ളവർക്ക് പുളിപ്പ് പകരണം.
ഈശോ 2-3 നമ്മളിപ്പോൾ ഇവിടെ അധികം സഹോദരിമാരാണ്. നിങ്ങളെ കണ്ടുകൊണ്ടായിരിക്കും അല്ല സഹോദരന്മാർക്കും ഉപ്പ്, കുളിപ്പ്, കടുകുമണി ഇതൊക്കെ ഈശോയുടെ പ്രബോധനങ്ങളിലെ വലിയ ദൈവശാസ്ത്ര വിഷയങ്ങൾ ഇല്ലേ? എന്തോ ഒരു വലിയ കാര്യം ഈശോ ഇതിലൂടെ അവതരിപ്പിക്കുന്നത്. നമ്മുടെ അടുക്കളയിലെ കാര്യങ്ങളാണ് ഇതെല്ലാം ഇല്ലേ? കുളിപ്പിന് പുളിയില്ലെങ്കിൽ അപ്പം ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പത്തിന് മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ മാവ് കുഴച്ച് വെച്ചാൽ അപ്പം ഉണ്ടാകണമെങ്കിൽ മാവ് പുളിക്കണമെങ്കിൽ ഒരല്പം വീര്യമുള്ള പുളിപ്പ് വേണം. ഈശോ പറയാണ്, നിങ്ങൾ ആ പുളിപ്പ് പോലെയാണ്. 3 ഇടങ്ങളിൽ മാവിൽ ചേർക്കുന്ന പുളിപ്പ് പോലെയാണ്. എന്താ നിങ്ങളുടെ വിചാരം? നിങ്ങൾക്ക് ശരിക്കും പുളിപ്പുണ്ടോ? നിങ്ങളുടെ പുളിപ്പിന് വീര്യമുണ്ടോ? വിചാരിച്ചാൽ മതി. നമ്മളെ ഇപ്പോ എവിടെയെങ്കിലും ചേർത്താൽ ആ മാവ് പുളിപ്പിക്കാൻ പറ്റുമോ? നിങ്ങളുടെ സമൂഹം, നിങ്ങളുടെ ഇടവകയിൽ നിങ്ങളൊരു പുളിപ്പാകുന്നുണ്ടോ? ആകണമെങ്കിൽ വീര്യമുള്ള ഒരു ക്രിസ്ത്യാനി ആകണം. എങ്ങനെയുള്ള ക്രിസ്ത്യാനി? വീര്യമുള്ള പുളിപ്പ്. പിശാചിനെ കാണുമ്പോൾ ഓടുന്നവനല്ല, പിശാച് അവനെ കണ്ടാൽ ഓടണം. വീര്യമുള്ള പുളിപ്പ്. നിങ്ങൾക്ക് ഉപ്പുണ്ടാകണം. ഉപ്പ് നല്ല വെള്ളമാണ് ഉപ്പ്. അതിൽ അല്പം പോലും അശുദ്ധിയില്ല. ഉപ്പ് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഉപ്പ് രുചി പകരാൻ പറ്റും. അതുകൂടാതെ മാങ്ങ ഉപ്പിലിടാം, ഇല്ലേ? മീൻ ഉപ്പിലിടാം. ഉപ്പ് വസ്തുക്കൾ കെട്ടുപോകാതെ പ്രിസർവ് ചെയ്യാൻ പറ്റും. പ്രിസർവേഷൻ. ഇപ്പൊ ചെയ്യാവുന്ന കാര്യം, ഇവിടെ മുൻപിലേക്ക് ഒരുപാട് കസേര വെറുതെ കിടക്കുന്നുണ്ട്. നിങ്ങൾക്കെല്ലാം ഈ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് വരാം. പുറകിലിരിക്കുന്ന കുറെ പേരിങ്ങ് മുന്നോട്ട് വരാമോ? പുറകിലിരിക്കുന്ന കുറെ പേരിങ്ങ് മുന്നിലേക്ക് വരാമോ? ഇവിടെ ഇഷ്ടംപോലെ കസേര വെറുതെ കിടക്കുന്നുണ്ട്. പ്ലീസ്, ഏറ്റവും പുറകിലിരിക്കുന്നവർ ദയവ് ചെയ്ത് മുന്നോട്ട് വരിക. അപ്പൊ നമുക്ക് കേൾക്കാനും എനിക്കും കുറച്ച് സന്തോഷമാണ്. അല്ലെങ്കിൽ വെറുതെ കിടക്കുന്ന കസേരയോട് ഞാൻ സംസാരിക്കുന്നത് നല്ലത്. യെസ്, മുന്നോട്ട് വരിക. ഇവിടെ എല്ലാം ഫ്രണ്ടിൽ തന്നെ ഇവിടെ ഈ വശത്ത് വെയിൽ കൊള്ളാൻ ആഗ്രഹമുള്ളവർക്ക് ഇവിടെ വരാം, വെയിലില്ലാത്തവർക്ക് അവിടെ വരാം. എനിക്ക് വെയിൽ ഭയങ്കര ഇഷ്ടമാണ്. കുറെ നാളെ വെയിലത്ത് തന്നെ ജോലി ചെയ്തിരുന്നു. പുളിപ്പ്, ഉപ്പ്, പിന്നെ കടുകുമണി, ഈ 3 കാര്യം നമ്മൾ പഠിച്ചാൽ മതി. ഇതിന്റെ സാരാംശം എന്താ? നമ്മൾ പുളിപ്പാകണം, നമ്മൾ ഉപ്പാകണം, നമ്മൾക്ക് ഒരു കടുകുമണിയോളം വിശ്വാസം ഉണ്ടാകണം. എന്നാൽ ഇതെല്ലാം തരുന്നത് ആരാ? പരിശുദ്ധാത്മാവാണ്. നമുക്ക് പാടാം. ഈശോ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ, കേൾക്കാമോ? ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ, എന്താ ഈ കടുകുമണി എന്ന് പറഞ്ഞത്? ചെറുതാണ്. അപ്പൊ കടുകുമണിയോളം വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? അതിൽ നിന്ന് നമ്മൾ പഠിക്കുക എന്താ പറഞ്ഞേ? ശൂന്യതയുടെ അവസ്ഥ. ഇവിടെ വേറെ ആളുകളുള്ളത് ഫുൾനെസിന്റെ അവസ്ഥ. കടുകുമണിയോളം വിശ്വാസം. ശ്രദ്ധിക്കണം. ഒന്ന് കൈവീശി കാണിച്ച്. വിശ്വാസം എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാക്കേണ്ടത് ഇതാണ്. ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളിൽ വസിക്കുന്ന അവസ്ഥയാണ്. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ
ദൈവം നമ്മളിൽ, ദൈവം എപ്പോഴും നമ്മളിലുണ്ട്. എല്ലാവരിലും ദൈവമുണ്ട്. വിശ്വസിക്കാത്തവരിലും ദൈവമുണ്ട്. പക്ഷെ അവൻ ആ ദൈവത്തിന്റെ അനുഭവം ഉണ്ടാവുന്നില്ല. അപ്പൊ നമ്മളിലും മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെ എല്ലാം ദൈവം ശക്തമായി ഉണ്ടായിരുന്നുവെങ്കിലും നമ്മളൊരു ധ്യാനം കൂടി ദൈവാനുഭവത്തിലേക്ക് വന്നപ്പോഴല്ലേ കാര്യം മനസ്സിലായില്ലേ? പക്ഷെ നമ്മൾ ദൈവാനുഭവത്തിലേക്ക് വന്നപ്പോഴും നമ്മുടെ ദൈവമുണ്ട്. ആ ദൈവം തന്നെ മുമ്പ് ഉണ്ടായിരുന്നു. ആ ദൈവത്തിന് വ്യത്യാസം വരുന്നുണ്ടോ? വ്യത്യാസം എന്താ ഉണ്ടായത്? നമ്മൾ ഒരു വ്യത്യാസം ഉണ്ടായി. നമ്മൾ അപ്പോ എല്ലാവരിലും ദൈവമുണ്ട്. എത്ര വലിയ ഭാവിയിലും ദൈവമുണ്ട്. പിന്നെ എന്താ അനുഭവമില്ലാത്തത്? അനുഭവമില്ലാത്തത്, ആദ്യത്തെ അനുഭവമില്ലാത്തതിന്റെ കാരണം നമ്മളിൽ വസിക്കുന്ന ദൈവത്തെ നാം സ്നേഹിക്കാത്തതുകൊണ്ടാണ്. അതാണ് ഒന്നാം പ്രമാണം. എന്താ? ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. അപ്പൊ നമ്മൾ വിവാഹം കഴിഞ്ഞു, ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് ജീവിക്കാൻ കുറെ കഴിഞ്ഞപ്പോ ഒരു ദിവസം വീട്ടിൽ ചെല്ലോ, ഭാര്യ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു, ഭർത്താവ് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു. എന്തുപറ്റി? അനുഭവമില്ല. രണ്ടുപേരും വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അനുഭവമില്ല. ഇല്ലേ? എന്തുകൊണ്ട് അനുഭവമില്ല? സ്നേഹത്തിൽ എന്തോ ഒരു മങ്ങലുണ്ടായിരിക്കും. അല്ലേ? എന്ന് നിങ്ങൾ ഇരിക്കണം. ഓ എന്ന് പറയാനാ? അങ്ങേരെ എന്നെ അങ്ങനെ ഇങ്ങനെ പറഞ്ഞു, അതിന് അവൾ ഇങ്ങനെ പറഞ്ഞില്ലേ, അങ്ങനെ പറഞ്ഞു. അതങ്ങ് ക്ഷമിക്ക് ചങ്ങാതി, അതങ്ങ് പോട്ടെ. ഒന്ന് ക്ഷമിക്ക്. നിങ്ങളെ സ്നേഹിക്കും. ചട്ടി കലമായ തട്ടി മുട്ടിയിരിക്കും. അതൊന്നും വിഷമിക്കണ്ട. ഹലോ, ശരി. വാ. ഹലോ. ഇപ്പൊ വ്യത്യാസം വരണോ അവിടെ? അത്രയും സമയം ഇങ്ങനെ ജീവിക്കുന്ന ആള് ഇപ്പൊ വന്നിട്ട് സാരമില്ല, വായോ പോട്ടെ, ഞാൻ പറഞ്ഞതൊക്കെ ക്ഷമിക്കും. ഇപ്പൊ എന്തെന്തായി? അനുഭവമായോ? അനുഭവം വന്നോ? എന്താ അവിടെ ഉണ്ടായ സംഭവം? ഒരു ദൈവം നമ്മളിലുണ്ടെങ്കിലും നമ്മൾ ആ ദൈവത്തെ സ്നേഹിക്കാതിരിക്കുന്നുള്ള സമയം ദൈവവുമായിട്ടുള്ള അനുഭവം നമുക്കില്ല. അതാണ് ഒന്നാം പ്രമാണത്തിന്റെ രഹസ്യം. ഇനി ചിലവർക്ക് സ്നേഹം, എനിക്ക് തരാം സ്വർണം, അല്ലെങ്കിൽ ആ വസ്ത്രം, അല്ലെങ്കിൽ ആ വീട്, അല്ലെങ്കിൽ ആ പൂക്കള്, അല്ലെങ്കിൽ ആ വസ്തു, ഇതൊക്കെ എനിക്ക് അവർക്ക് ഇഷ്ടം കൂടുതൽ. അപ്പോൾ നമ്മൾ ദൈവത്തെക്കാൾ കൂടുതൽ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോഴാണ് അത് വിഗ്രഹം എന്ന് പറയുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ എന്തായി മാറുന്നു? വിഗ്രഹം. അതാണ് വിഗ്രഹാരാധന. അതുകൊണ്ട് നമ്മൾ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നു. ഈ വിശുദ്ധ യോഹന്നാൻ ക്രൂസിന്റെ പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ ഈ പറഞ്ഞത്. ദൈവം എല്ലാവരിലും ഉണ്ട്. പക്ഷേ അവരെയൊക്കെ അനുഭവമില്ലാത്തത് അവരെ സ്നേഹിക്കാത്തത് കൊണ്ടാണ്. ആരെ സ്നേഹിക്കാത്തത് കൊണ്ട്? അപ്പോൾ ഒരു പ്രധാന പോയിന്റ് മനസ്സിലായോ? ഇനി രണ്ടാമത്തെ പോയിന്റ് നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞ കാര്യമാണ്. സ്നേഹിക്കണമെങ്കിൽ നമ്മൾ ആ വ്യക്തിയാണ് എന്നും ആ ദൈവത്തെ കൂടുതലായി അറിയണം. ദൈവത്തെ കൂടുതലായി അറിയുമ്പോഴാണ് നമുക്ക് സ്നേഹം കൂടുതൽ ആവശ്യമായി മാറുന്നത്. വലിയൊരു പ്രേമമായി തന്നെ മാറും. ഇനി ഈ പ്രേമം വിശ്വാസത്തിന്റെ തലത്തിലൂടെ വളരണം. ദൈവം എന്നത് ഒരു മാനുഷിക ബോധ്യത്തിൽ മനസ്സിലാകുന്ന ഒന്ന് മാത്രമല്ല, ഒരു സൂപ്പർ നാച്ചുറൽ പ്രതിഭാസമാണ്. വിശ്വാസത്തിന്റെ പെട്ടെന്ന് വചനം വരുന്ന ഞാൻ വായിച്ചോട്ടെ. ഏഷ്യായിട്ട്
ഞാൻ ഏഷ്യായുടെ സുവിശേഷം എന്നൊക്കെ പറയാറ്. കാരണം ഏഷ്യ 5-ാം സുവിശേഷം എന്നാണ് ഏഷ്യയെ കുറിച്ച് പറയുന്നത്. ഈ യേശുവിന്റെ ജീവിതത്തിന്റെ എല്ലാം രഹസ്യങ്ങൾ ഈ സുവിശേഷത്തിലുണ്ട്, അതെ ഏഷ്യയിലുണ്ട്. അപ്പൊ ഇടയ്ക്ക് ഞാൻ ഏഷ്യയുടെ സുവിശേഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ഏഷ്യ 51 കർത്താവിനെ അന്വേഷിക്കുന്നവരെ, രക്ഷ തേടുന്നവരെ എന്റെ വാക്ക് കേൾക്കുവിൻ. എല്ലാവരും എനിക്ക് പറഞ്ഞു വേണ്ടി നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഗർഭത്തിലേക്കും നോക്കുവിൻ. ഈ വചനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അധികം പേര്, എത്ര പേര് ഇങ്ങനത്തെ വചനം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ല. അതാണ് നമ്മൾ വളർച്ചയിലേക്ക് നീങ്ങണമെന്നുള്ളത്. 51:2 അല്ലെങ്കിൽ 51:1 തന്നെ എടുക്കാം. 51:1 നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്ക് നോക്കുകയും. നമുക്കിപ്പോ ഭയങ്കര ഒരു ആകാംക്ഷ, എന്താണ് ഈ പാറ, ഇല്ലേ? എന്താണ് ഈ ഖനിഗർഭം? ഇതാ നമ്മുടെ ജീവിതത്തിന്റെ, ആത്മീയ ജീവിതത്തിന്റെ ബയോഗ്രാഫി. ബയോഗ്രാഫി എന്ന് പറഞ്ഞാൽ ഒരു ബയോളജിക്കൽ ഗ്രാഫ് എന്നാണ് ബയോഗ്രാഫി. നമ്മളുടെ വളർച്ചയുടെ ഒരു ഗ്രാഫ്. അപ്പൊ അതിന്റെ ആദ്യം ഉണ്ടാവേണ്ടത് എന്താ? എവിടെ നിന്നാണ് നമ്മളെ വെട്ടിയത്? ഉത്തരം അടുത്ത വചനത്തിൽ പറയുന്നു. നിങ്ങളുടെ പിതാവായ അബ്രാഹത്തെയും കണ്ടോ, നിങ്ങളെ വഹിച്ച സാറയെയും നോക്കുകയും. ഇപ്പൊ മനസ്സിലായി. നമ്മുടെ ക്രിസ്തീയ വിശ്വാസം, ഒരു വിശ്വാസിയിലുള്ള ക്രിസ്തീയ വിശ്വാസം എവിടെ നിന്നാണ് ഉത്ഭവിച്ചത്? അബ്രാഹത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത്. നമ്മളുടെ ആ വിശ്വാസത്തിലെ നവജാതനായ നമ്മളെ ഏത് ഗർഭത്തിലാണ് കർത്താവ് കൊണ്ടുവന്നത്? സാറായുടെ ഗർഭത്തിൽ. ഇതിന്റെ പ്രത്യേകത എന്താ? സാധാരണ ഒരു സ്ത്രീ ഗർഭിണിയാകണമെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് ഗർഭധാരണ ശേഷി എത്രത്തോളം നാളുണ്ട്, അവളുടെ മെൻസ്ട്രേഷൻ പീരീഡ് ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം അവൾക്ക് പ്രത്യാശയുണ്ട്, അവൾ ഗർഭിണിയാകാൻ സാധ്യതയുണ്ട്, ഇല്ലേ? മെൻസ്ട്രേഷൻ കഴിഞ്ഞു മെനോപോസിലേക്ക് കയറിയാൽ പിന്നെ നാച്ചുറലായിട്ട്, ബയോളജിക്കലായിട്ട്, ശാസ്ത്രീയമായിട്ട് ആ യുവതി, അല്ലെങ്കിൽ ആ സ്ത്രീ ഗർഭിണി ആവില്ല, ഇല്ലേ? ഇതല്ലേ പ്രകൃതി നിയമം? ഇത് ദൈവം തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതല്ലേ? ദൈവത്തിന്റെ സൃഷ്ടിയുടെ രഹസ്യമല്ലേ? എന്നാൽ അവളുടെ ഗർഭം ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ, അതായത് അവൾ മെനോപോസിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ, അവൾക്ക് നാച്ചുറലായിട്ട് ഗർഭം ധരിക്കാൻ സാധ്യമല്ല എന്നുള്ള അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് പറയുകയാണ്, ഇനി അടുത്ത വർഷം വസന്തത്തിൽ നീ ഒരു കുഞ്ഞിനെ പ്രസവിക്കും. ചിരി വന്നു. ഇത്രയും നാളും കുഞ്ഞുണ്ടാവുമെന്ന് പ്രതീക്ഷയോടെ ഇരുന്നു. ഇപ്പോ ആ പ്രതീക്ഷ പൂർണ്ണമായിട്ടും അവസാനിച്ചിരിക്കുന്നു. കാരണം പ്രതീക്ഷയ്ക്ക് യാതൊരു. അപ്പോഴാണോ ഭർത്താവ് പറയണേ കുഞ്ഞുണ്ടാവുന്നു? പക്ഷേ അബ്രാഹാം എന്ത് വിശ്വസിച്ചു? ദൈവത്തിന് ഒന്നും സാധ്യമല്ലായിരുന്നു. ഈ ഗർഭത്തിൽ, ഈ ഉണങ്ങി വരേണ്ട ഗർഭത്തിൽ, മനുഷ്യ ശക്തിക്ക് അതീതമായി
ദൈവത്തിന്റെ ശക്തിയിലൂടെ ദൈവത്തിന് കുഞ്ഞിനെ ജനിപ്പിക്കാൻ കഴിയും എന്ന് അബ്രഹാം വിശ്വസിച്ചു. ഇവിടെയാണ് വിശ്വാസത്തിന്റെ പുതിയ വിശ്വാസം എന്ന് പറയുന്നത് അവിടെ ഉണ്ടായത്. അതുകൊണ്ടാണ് അബ്രഹാത്തിന് വിശ്വാസത്തിന്റെ പിതാവ് എന്ന് പറയുന്നത്. ഞാനിത് പറഞ്ഞു വന്നത് വിശ്വാസത്തെ കുറിച്ചറിയില്ലേ, കഠിനമണിയെ കുറിച്ച് പറഞ്ഞതാണ്. എന്താ നമ്മളുടെയൊക്കെ വിശ്വാസം? നമ്മൾ അധികവും കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്നതിനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്നതും സ്വാഭാവികമായിട്ട് നടക്കാവുന്നതും നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ അത് വലിയ വിശ്വാസമൊന്നുമല്ല. മനസ്സിലായോ? വിശ്വാസം എന്നത് കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യം. The conviction of things what is not seen. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കാണപ്പെടാത്തവ ഉണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾക്ക് ഒരു ചെക്ക് തന്നു, 10,000 രൂപയുടെ ചെക്ക്. നമുക്ക് ചെക്ക് കിട്ടിയപ്പോ പൈസ കിട്ടിയെന്നില്ലേ? പക്ഷെ പൈസ കിട്ടിയോ? പൈസ കിട്ടിയില്ല, ചെക്കേ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ അതെന്താണ്? കാണപ്പെടാത്തവ ഉണ്ട് എന്നതിന്റെ ഒരു ബോധ്യമാണ്. ചെക്ക് കിട്ടിയ പൈസ കിട്ടിയിട്ടില്ലെങ്കിലും നമുക്ക് വിശ്വാസമായി പൈസ കിട്ടും എന്ന പോലെ വിശ്വാസം എന്നത് കാണപ്പെടാത്തവ ഉണ്ട്. നമ്മളെ സംബന്ധിച്ച് ഈ ചെക്കിൽ എഴുതിയിരിക്കുകയാണ്, I promise to pay the bearer of this check 10,000 rupees എന്ന പോലെ ദൈവത്തിന്റെ വചനം പറയുകയാണ്, I promise you will have a child next year. അപ്പോ ആ പ്രോമിസ് എന്തായിട്ട് മാറിയിരിക്കുന്നു നമ്മളെ സംബന്ധിച്ച്? ചെക്കാണ്, ചെക്ക്. പക്ഷെ ഈ ചെക്ക് പാസ്സാവണമെങ്കിൽ അടുത്ത വർഷം ആവണം. കിട്ടുമോ? കുഞ്ഞിനെ കിട്ടുമോ? അപ്പോ ഇവിടെ അബ്രഹാം ദൃഢമായി വിശ്വസിച്ചു എന്നാണ് പറയുന്നത്. കണ്ടോ? നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും നോക്കുകയും. നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ഈ അബ്രാഹത്തിന്റെയും സാറയുടെയും വിശ്വാസമാണ്. ഈ അബ്രാഹത്തിലും സാറയിലും ദൈവം എന്ത് പ്രവർത്തിച്ചു എന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തിയിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ദൈവത്തിന്റെ ആ സാന്നിധ്യത്തിലാണ് വിശ്വസിക്കേണ്ടത്. ആ സാന്നിധ്യത്തിന്റെ നമ്മൾ ഇന്നലെ പറഞ്ഞു, ഇൻഫിനിറ്റ് ഡിവൈഡഡ് ബൈ എനിത്തിങ് ഈസ് ഇൻഫിനിറ്റ്. ദൈവം നിത്യം അനന്തമായ ദൈവത്തിന്റെ ഒരു അംശം നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? ദൈവത്തെ മുഴുവനും കിട്ടി. ഈ വലിയ ഓസ്തിയിൽ നിന്നും ഒരു